ഒക്കെ സാങ്കേതിക കാര്യങ്ങളിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു കൂടപ്പറപ്പിനെ പോലെ സജീവമായിട്ട് കൂടെ നിൽക്കുന്ന ഒരാളാണ് അഭിലാഷ്. ഒരല്പം ആത്മാർത്ഥത കൊണ്ടാണ് നമ്മളൊന്ന് അഭിനയിച്ചാൽ മതി, കൂടെ ഒന്നുള്ളൂ. അപ്പോ എനിക്ക് പക്ഷെ വളരെ പെട്ടെന്ന് ഞാൻ അഭിലാഷിന്റെ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നും ഞങ്ങൾ തമ്മിൽ പെരുമാറുന്ന കണ്ടാത്തൊന്നും ഒരുപാട് വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ അഭിലാഷിന്റെ ചെറുപ്പം മുതൽ എനിക്ക് അഭിലാഷിനെ അറിയാമെന്ന് തോന്നുന്നു. ചില ആൾക്കാർ അങ്ങനെയാണ്, വളരെ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കും. പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും അവരെ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ സ്നേഹത്തിന്റെ അതിരുകൾക്ക് അപ്പുറത്തോട്ട് അവരെ നമുക്ക് പുറത്തള്ളാൻ പറ്റാത്ത അവസ്ഥയിലാവും. അങ്ങനെ ഒരു സഹോദരനാണ് എനിക്ക് അഭിലാഷ്. അപ്പൊ ഈ പ്രൊഡക്ഷൻ അഭിലാഷ് ഇപ്പൊ ഞാനൊരു കുറച്ചു ദിവസം ആയേ ഉള്ളൂ ഞാൻ അറിഞ്ഞിട്ട് അഭിലാഷ് പ്രൊഡക്ഷൻ ഉണ്ടെന്നുള്ളത്. അതിന് മുൻപ് ഏകദേശം ഒരു വർഷത്തോളം ആയി ഈ ഒരു സിനിമ പ്ലാൻ ചെയ്ത്. ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരിമേലി എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇപ്പൊ ഞാനും എൻ്റെ മകളും പങ്കെടുക്കുന്ന സിനിമയുടെ സംവിധായിക ആരതി. ഏറ്റവും കൂടുതൽ ഫീമെയിൽ ഡയറക്ടേഴ്സിന്റെ പടം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ട് നടിയാണ്. അപ്പോ എന്താ പറയുന്നത്, എൻ്റെ ഒരു 7ാമത്തെ 8ാമത്തെ വെച്ച സിനിമ 10 സിനിമയ്ക്കകത്ത് വെച്ചാണ് ആദ്യത്തെ ഫീമെയിൽ ഡയറക്ടർ നടി ശ്രീപ്രിയ. തമിഴിലെ വലിയ നടിയായിരുന്നു അവര്. പിന്നെ ശ്രീദേവി, ശ്രീപ്രിയ, രാധിക, അംബിക, സീമ, സൈത എന്നൊരു വലിയൊരു ടീം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ശ്രീപ്രിയക്ക് സംവിധാനം ചെയ്യാനും സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാനും ഒരാഗ്രഹം വന്നിട്ട് ആദ്യം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു. സെക്കൻഡ് ഫിലിം ഡയറക്ട് ചെയ്തപ്പോൾ ഞാനായിരുന്നു അതിൽ ഹീറോ ആയിട്ട് നടൻ മോഹൻ. അന്നൊന്നും എനിക്കിതിപ്പം ഫീമെയിൽ ഡയറക്ടർ എന്ന് പറയുന്ന അത്ഭുതമാണെന്നൊന്നും അറിയത്തില്ല, ഞാൻ അഭിനയിച്ചു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിപ്പോ നമ്മുടെ അഞ്ജലി മേനോൻ ആയിക്കോട്ടെ, തെലുങ്കില് നന്ദിനി റെഡ്ഡി ആയിക്കോട്ടെ, സുധാ കുമാരത്തിന്റെ സ്റ്റാർട്ടിങ് സമയം മുതൽ സുധയുടെ ഫസ്റ്റ് ഫിലിമും എനിക്ക് അഭിനയിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. കാരണം മോള് തീരെ കുഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ ആ നായികയ്ക്ക് ഡബ് ചെയ്തു. അങ്ങനെ ഒരു സിനിമ ദ്രോഹി എന്നും പറഞ്ഞൊരു സിനിമ. അത് കഴിഞ്ഞ് ശുഭയെ പോത്തു ചെയ്തു. കന്നഡ തിരുവനന്തപുരത്ത് ഫിലിം ഫീമെയിൽ ഡയറക്ടേഴ്സിന് ചെയ്തു. പിന്നെ ഇപ്പം റിലീസ് ആവാൻ പോകുന്ന ചില സിനിമ അത് അങ്ങനെ 1-2 ഫീമെയിൽ ഡയറക്ടേഴ്സ് എങ്ങനെയോ വന്ന് ഭവിക്കുക, നമ്മൾ ബോധപൂർവം അല്ലെങ്കിൽ പോലും അങ്ങനെ വരികയാണ്. ഇപ്പൊ ഒരു സിനിമ അരുണാചൽ പ്രദേശില് ഒരു സ്റ്റോറിയാന്ന് പറഞ്ഞു, ആരണ സാധ്യ എന്ന് പറഞ്ഞു. ജീവിതത്തിൽ അവന്റെ പേര് ആദ്യം കേൾക്കുക. ആ കുട്ടിയുടെ പേര് ആരണ സാധ്യ. അവളും അവളുടെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്നൊരു ഒരു സബ്ജക്ട് പറഞ്ഞു. അരുണാചൽ പ്രദേശ് ആയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല, നമ്മുടെ ഇട്ടാവട്ടത്ത് തെങ്ങ് പോയി എനിക്ക് ഇഷ്ടമല്ല. അവിടെ വല്ല മലയിടിച്ചിലോ വല്ല പുസ്തകങ്ങളോ വീടൊന്നും എത്താറുന്നില്ല. ഞാൻ പറഞ്ഞ ലൊക്കേഷൻ മാറ്റുവാണെങ്കിൽ ഞാൻ വന്ന് ചെയ്യാൻ തോന്നും. എന്തായാലും ആരതി ഈ കഥ പറഞ്ഞപ്പോ അഭിലാഷിന്റെ സ്ക്രിപ്റ്റാണ്. പിന്നെ വിപിൻ നമ്മുടെ ഈ ടീമിൽ തന്നെയുള്ള പയ്യൻ എഴുതുന്നുണ്ട്. അപ്പൊ ആരതിയുടെ മനസ്സിൽ ഒരു നല്ല സിനിമയുണ്ട് എന്ന് എനിക്കൊരു വിശ്വാസം വന്നു. വളരെ സൈലന്റ് ആയിട്ട് അധികം ഒന്നും സംസാരിക്കാത്ത ആളാണ് ആരതി. അത് കഴിഞ്ഞ് നമ്മുടെയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. ഇപ്പൊ തമിഴിലാണ് സിനിമ. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രൊഡ്യൂസേഴ്സിന് അതിനിപ്പോ അതൊരു തട്ടിക്കൂട്ട് സിനിമ ആക്കിയാൽ മാത്രം മതി എന്നല്ലാതെ ഇതിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ അത് മറ്റേ സാധ്യതയെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല. പിന്നെ മലയാളം സിനിമയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ അതിന് മുകേഷ് ചേട്ടൻ, ഇന്ദ്രചേട്ടൻ, അല്ലെങ്കിൽ സിദ്ദിഖ്, അങ്ങനെ ഇങ്ങനെ കുറെ പേര് പ്ലാൻ ചെയ്തു. അവർക്ക് പകരം അവരെക്കാൾ ഭംഗിയായിട്ട് അഭിനയിക്കാൻ എല്ലാ ഭാഷകളിലും ആൾക്കാരുണ്ടാവും. പക്ഷെ അവരോടുള്ള നമ്മുടെ ഒരു ആത്മബന്ധവും സ്നേഹവും ഒക്കെ ഇല്ലേ. മുകേഷ് ചേട്ടൻ കോമഡി എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം. മുകേഷ് ചേട്ടൻ ചെയ്യുന്ന ആളോട് വേറെ ആളെയൊക്കെ ഇരിക്കും എന്ന് വന്ന് സ്റ്റക്കാവുകയാണ്. അങ്ങനെ സംസാരിച്ച് വീണ്ടും മുകേഷ് ചേട്ടനൊക്കെ തന്നെയാണ് വലിയൊരു കാരണം കേട്ടോ എനിക്ക് മലയാളം പറയാൻ. അങ്ങനെയാണ് വീണ്ടും മലയാളം തന്നെ ചെയ്യാൻ ചേച്ചി. മലയാളം ബൈലിംഗുവലായിട്ട് മലയാളവും തമിഴും കൂടെ നമുക്ക് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തു. പിന്നെ ഇനിയിപ്പോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് മോൾ അതിൽ അഭിനയിക്കുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഇത്തരം ആർഭാടങ്ങളും ആഘോഷങ്ങളൊന്നും ബേസിക്കായിട്ട് ഇഷ്ടമുള്ള ഒരാളേ അല്ല കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പേരുമായിട്ട് ഇങ്ങനെ സ്ഥലത്തിരിക്കാന്നല്ലാതെ ഇത്തരം ബഹളങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവാകും. പക്ഷെ ഇന്ന പേരൊക്കെ മസ്റ്റായിരിക്കുന്നു, വേറെ നിവർത്തിയില്ല. എല്ലാവരും അറിയണമല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പിന്നത്തെ ടെൻഷൻ വെച്ചാൽ നമ്മുടെ വായിൽ വല്ല അബദ്ധങ്ങളും വല്ല വീഴുവോ, എന്ത് വെച്ചാണ് ട്രോളാൻ പോകുന്നത്, എന്താണ് തെണ്ട്, എന്താണ് ഇത് പോറ്റി കിട്ടത്തില്ല കേട്ടോ. പിന്നെ എന്നെ ഈ ചെമ്പേച്ചും ഇല്ലാത്ത രീതിയിൽ നമ്മളങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. അതപ്പോ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇത് മോളെ ഇടണം എന്ന് വിചാരിച്ച് മനഃപൂർവ്വമല്ല കേട്ടോ. നല്ല ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണ് എല്ലാം. അപ്പൊ അതിൽ ഒരു റോള് കുഞ്ഞാറ്റ ചെയ്തുകൊണ്ട് ചേച്ചി എന്നുള്ള അഭിലാഷ് ചോദിച്ചു. അത് നന്നായിരിക്കും ചേച്ചി കുഞ്ഞാറ്റയ്ക്ക് അത് എന്ന്. പിന്നെ കുഴപ്പമൊന്നുമില്ല.
അവിടെ ഇൻഡിവിജ്വലായിട്ട് ഒരു നായികയായിട്ട് ഒരു സിനിമയിൽ അങ്ങനെ അഭിനയിക്കുകയൊന്നുമില്ല. ഞങ്ങളെല്ലാവരും സിനിമയിലുള്ളവരാണ്. അതിനു മുൻപ് നാടകം, നൃത്തം. അപ്പോൾ കലാരംഗത്ത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നതും. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അതിനകത്ത് എൻ്റെ മോള് മാത്രം ഒരു സ്റ്റാർഡമിലോട്ട് തന്നെ അങ്ങനെ വന്നിട്ട് അങ്ങനെയുള്ള സിനിമകൾ മാത്രം എന്നൊന്നുമില്ല. നല്ല പെർഫോമൻസിന് സാധ്യതയുള്ള സിനിമകളോട് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നമ്മൾ മാത്രം അഭിനയിക്കുന്ന സിനിമ ആവണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ വളരെ കുറച്ച് സീൻസ് ചെയ്യുന്ന സിനിമകൾക്കും അങ്ങനെ ആകാം. അങ്ങനെയാണ് മോള് ഇതിലോട്ട് വരുന്നത്. അപ്പം നല്ല കാര്യം, സന്തോഷം. അപ്പോൾ എന്തായാലും ഇത് തുടങ്ങുന്നത് എന്തായാലും ഇനി കുറച്ച് മാസങ്ങൾ കൂടെ വേണ്ടി വരുന്നു. കാരണം ഒരു ഓൺലൈൻ മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ എല്ലാ ആർട്ടിസ്റ്റിനെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് അഭിലാഷ് ഇത് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത് തന്നെ. അതിൽ ഈ ക്യാരക്ടർ ഇന്ന മുകേഷേട്ടൻ ചെയ്യുന്ന പോലെ ഒരു റോള്, പിന്നെ സിദ്ദിഖ് ചെയ്യുന്ന പോലെ ഒരു റോള്, ഇവർ ചെയ്യുന്ന പോലെ അവർ ചെയ്യുന്ന പോലെ പറഞ്ഞ